ബഹുമാന്യ ഈ മെമ്പർമാരുടെ ആശംസ യോഗം സംഘടിപ്പിച്ച SDP അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിക്കും മറ്റു മെമ്പർമാരെ പാർട്ടി പ്രവർത്തകർ, നാം ഇന്നിവിടെ ഒരു ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ മെമ്പർമാർ ജയിച്ചു. ആ മെമ്പർമാർ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വിജയം അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുവാനും ആ നാട്ടുകാരുടെ ആശംസകൾ അർപ്പിക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ പാർട്ടി മെമ്പർമാർ മത്സരിച്ച് ജയിച്ചു വന്നപ്പോൾ, മത്സരത്തെ നേരിട്ടപ്പോൾ തന്നെ നമ്മളെ നേരിട്ടത് ത്രിമൂർത്തികളായ മുന്നണികളാണ്. CPMന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാപ്പടകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ UDFും BDP-യും വെൽഫെയറും എല്ലാം ഒന്നിച്ചുകൊണ്ടൊരു മുന്നണി മറുഭാഗത്ത് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളും വിഘടനവാദികളും രാജ്യദ്രോഹികളുമായ BJP മറുഭാഗത്ത് നിന്നുകൊണ്ട് ഈ മൂന്ന് മുന്നണികളും സംഘടിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ നേരിട്ടതും നമ്മുടെ പ്രവർത്തകരെ നേരിട്ടതും. SDP പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർ തന്റെ ഇടത്തോടെ ഊർജ്ജസ്വലതയോടുകൂടി ആത്മധൈര്യം തകരാതെ ആ പ്രവർത്തനത്തിൽ സജ്ജരാകുകയും ആ അമ്പലപ്പുഴ മണ്ഡലത്തിലും തൊട്ടടുത്ത പഞ്ചായത്തുകളിലും വിജയം കൈവരിക്കുവാനും സാധിച്ചു. അതിന് പ്രത്യേക നന്ദി അമ്പലപ്പുഴ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് അർപ്പിക്കുകയാണ്. ഇവിടെ CPMന്റെ നമ്മൾ പരാജയപ്പെടുത്തിയത് ആരെയാ? നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നാം വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഒരു വോട്ടിന് ജയിച്ചു. ആ ഒരു വോട്ട് വലിയ മൂല്യമുള്ള വോട്ടാണ്. അത് കോടതിയിൽ കയറിയിറങ്ങി വീണ്ടും അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അവിടെ CPMകാരൻ നിയോഗിച്ചതാരെയാ? CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ. അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മറ്റുള്ള പാർട്ടിക്കാരും കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. വീടുകളിൽ പോയി പറയുന്നവർ തീവ്രവാദികളാണ്, അവർക്ക് വോട്ട് ചെയ്യരുതും, വോട്ട് ചെയ്താൽ പിറ്റേ ദിവസം നിങ്ങൾ എല്ലാവരും ജയിലിൽ പോകും, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് SDP-യുടെ പ്രവർത്തകർ, ജയിലെന്ന് പറയുന്നത് പുത്തിരിയല്ല, ഗുണ്ടായിസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുത്തിരിയല്ല. ഞങ്ങളുടെ പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കുന്നത് ഗുണ്ടായിസമോ അക്രമമാണെങ്കിൽ അത് ഞങ്ങൾ ഉൾക്കൊള്ളുവാനും തയ്യാറാണ്. പക്ഷേ ഇവിടെ CPMന്റെ നേതാക്കന്മാർ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടും അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP മറുഭാഗത്ത് ക്രോസിംഗ് വോട്ടുകൾ നടത്തപ്പെടുന്നു. CPMകാരും കോൺഗ്രസുകാരും ഒത്തുകളിക്കുന്നു. നിങ്ങൾക്കറിയാം, കോൺഗ്രസിന് 2 ഭരണങ്ങൾക്ക് മുമ്പിൽ 11 സീറ്റ് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അധികാരത്തിലെത്തുമെന്നും പറഞ്ഞുകൊണ്ട് 11 സീറ്റ് കൊടുത്തു. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിക്ക് വേണ്ടി തമ്മിലടിച്ച ഭരണം CPMന്റെ വിമത സ്വതന്ത്രനും CPMും കൂടെ ഭരിച്ചു അവിടെ. പക്ഷെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ മൊബൈലുകൾ ഓൺ ചെയ്താൽ അറിയാം, പുന്നപ്ര പഞ്ചായത്തിൽ കോൺഗ്രസുകാരും ലീഗുകാരും തമ്മിലടി നടക്കുന്നു എന്നാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി അവിടെ തമ്മിലടി നടത്തുന്നു. തെറിവിളിയുടെ അഭിഷേകം ഇവിടെ തെരഞ്ഞെടുപ്പിന് നടന്നപ്പോൾ തെറിവിളിയുടെ അഭിഷേകമാണ്. പക്ഷേ ഞങ്ങൾ അധികാരം കണക്കിലെടുത്തുകൊണ്ടല്ല. SDP-ക്ക് അറിയാം ഇപ്പോൾ ഭരണം കിട്ടില്ല. ഞങ്ങൾ ഭരണത്തിന്റെ പാതകൾ പിന്തുടരുകയാണ്, ഭരണത്തിനു വേണ്ടിയുള്ള വഴികൾ തെളിയിക്കുകയാണ്. ഞങ്ങൾ ഒരു കാലത്ത്, ഇന്നല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ കേരളത്തിലെ നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെന്റുകളിലും SDP-യുടെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. അത് ഏത് കിരാതന്മാരും CPM അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാലും ഞങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ വരും. ഞങ്ങൾ മരണം വരെയും ഇതിന്റെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ SDP-കാരെ നേരിട്ട് ഭയപ്പെടുത്തി കളയാമെന്ന് CPMകാരും BJP-കാരും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതവരുടെ മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുക എന്നത്. SDP രൂപം കൊടുത്ത കാലം മുതൽ ഞങ്ങൾ സമരരംഗത്തുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ജയിക്കാത്ത വാർഡുകളിലും ഇതിനു മുമ്പും CPMകാരുള്ള വാർഡുകളിലും മെമ്പറായിട്ടുള്ള വാർഡുകളിലും
കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്, പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഈ 2ാം സ്ഥാനത്ത് വന്ന വാർഡിലാണേലും 3ാം സ്ഥാനത്ത് വന്ന വാർഡിലാണേലും ഞങ്ങളുടെ SDPയുടെ കർമ്മനിരതരായ പ്രവർത്തകർ എന്നും ആ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അത് ജയം നോക്കിയിട്ടല്ല എന്ന് ഒരിക്കൽ കൂടി പറയുക. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളുടെ മുമ്പിൽ, എന്റെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന SDPയുടെ പ്രവർത്തകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മുടെ ഇത് തെരഞ്ഞെടുപ്പിലുള്ള ബാലറ്റ് പേപ്പറിലുള്ള യുദ്ധമാണ് നമ്മൾ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഈ അധികാരം വേണ്ട രീതിയിൽ ഉപയോഗിക്കും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലുപരി വലിയൊരു സമരം നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മുടെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. SIR എന്ന് പറയുന്ന ആദ്യ റിപ്പോർട്ട് കേരളത്തിൽ വന്നപ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ 20 ലക്ഷം പേരെ കാണാനില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ. 20 ലക്ഷം പേർക്ക് എവിടെയാണ്? അവർ 2ാം കിട പൗരന്മാരായി കണ്ടിരിക്കുന്നു. അവരെ കളയുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇനി 2ാം ഘട്ടവും 3ാം ഘട്ടമൊക്കെ വരുമ്പോൾ എത്ര ലക്ഷം പേര് പോകുമെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്മാരോടും എന്റെ പ്രവർത്തകരോടും പറയാനുള്ളത്, നമ്മൾ കർമ്മനിരതരായിരിക്കുക. BJP എന്ന് പറയുന്ന രാക്ഷസ ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന RSSും BJPയും ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ബീഹാറിലും പിന്നെ ആസാമിലുമൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ വെളിയിലേക്ക് പോയി. അവർ ഇന്ത്യൻ പൗരന്മാരല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൌത്യം കേരളത്തിൽ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഓരോ SDPI പ്രവർത്തകരും ഓരോ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകരുടെ വോട്ടേഴ്സ് ലിസ്റ്റുകൾ നോക്കിക്കൊണ്ട് അവർക്ക് അവിടെ അധികാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങിക്കൊടുക്കുവാനുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനം നമ്മൾ ഇനി കാഴ്ചവെക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ദൌത്യം. ആ ദൌത്യം നമ്മൾ ഇന്നു മുതൽ ഏറ്റെടുക്കണം. കാര്യമെന്താ? അവർ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ മറവിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ടുവന്ന് അസംബ്ലിയിലേക്ക് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ മറവിലൂടെയാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കൽ പരിപാടി കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നിട്ട് നമ്മുടെ സഹോദരങ്ങളെ പുറത്താക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദൌത്യം ജനകീയപരമായ ദൌത്യമാണ്. നമ്മളാരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അക്രമത്തിന് പോകുന്നവരോ അല്ല. അത് നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തകർക്കും ആൾക്കാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. അതുകൊണ്ടാണത് നമ്മൾ ജയിക്കുന്നിടത്തുനിന്ന് വീണ്ടും ജയിക്കുന്നു, വീണ്ടും സീറ്റുകൾ കൂടുന്നു, അധികരിക്കുന്നു. നമ്മളുമായിട്ട് അടുക്കുമ്പോൾ SDPI എന്താണെന്ന് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് പറയാനുള്ളത്, ഈ ജയിച്ച മെമ്പർമാർ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വാർഡുകളിലും തൊട്ടടുത്ത വാർഡിലും സഹായം വേണമെങ്കിൽ, ജനങ്ങൾക്ക് എവിടെ സഹായം വേണമെങ്കിലും എത്തിക്കാൻ കർമ്മനിരതരാണ്. അതിന് SDPI എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ പ്രവർത്തകർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾ SDPIയുടെ പ്രവർത്തകർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇനിയും നിങ്ങൾക്കുണ്ടായ ഒരു ചെറിയ അപബോധം, അമ്പലപ്പുഴ പഞ്ചായത്തിൽ 6 സീറ്റുകൾ നമ്മൾ നേടിയെങ്കിൽ 2 സീറ്റിൽ തുച്ഛമായ വോട്ടിലാണ് പോയത്. അത് അടുത്ത 5 വർഷം വരുമ്പോൾ തിരുത്തി 4 മാസം കഴിയുമ്പോൾ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഷാൻ സാഹിബിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു, അസംബ്ലി മണ്ഡലത്തിലേക്ക് SDPIയുടെ പ്രതിനിധിയേക്കാൻ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിന് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് SDPI.